भक्ति नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാ വൈഷ്ണവാസിനും എൻ്റെ വിനീതമായ പ്രണാമം. സോ ഇന്ന് നമുക്ക് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത് 52 ഫിനിഷായി, 53 മുതലാണ്. ഈ തേർഡ് ചാപ്റ്റർ ഓഫ് ആദിലീല, അതില് വളരെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ എ ഫൂൾ ക്യാൻ ഗ്രാസ്പ് സിദ്ധാന്ത. അതാണ് മഹാപ്രഭു പറയുന്നത്. ഒരു ഫൂൾക്ക് പോലും ഈസി ആയിട്ട് സിദ്ധാന്തം മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ 5 to 13 ശ്ലോകാസിലെ ഭഗവാന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മള് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിനെ കുറിച്ചുള്ള പ്രിഡിക്ഷൻസ് എല്ലാം ശാസ്ത്രത്തില് മഹാപ്രഭു അവതരിക്കുന്നുള്ള പ്രിഡിക്ഷൻസ് എല്ലാം ആയിരുന്നു വായിച്ചത്. സോ കഴിഞ്ഞ ക്ലാസ്സില് വിഷ്ണു സഹസ്രനാമത്തില് പറഞ്ഞിട്ടുള്ള പ്രിഡിക്ഷൻ നമ്മൾ കണ്ടു. സ്വർണവർണ ഹേമാങ്കോ വരാംഗശ്ചന്ദനാംഗതി സന്യാസകൃച്ഛമക്ഷാന്തോ നിഷ്ഠാ ശാന്തി പരായണഃ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ശ്രീമദ് ഭാഗവതത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ശ്ലോകമായിരുന്നു ലാസ്റ്റ് ആയിട്ട് വായിച്ചത്. കൃഷ്ണവർണം ത്വിഷാ കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈർ സങ്കീർത്തന പ്രായൈർ യജന്തി ഹി സുമേധശഃ. അപ്പം മാതാജി, എനിക്ക് ഹെൽപ്പ് വേണം, ട്രാൻസ്ലേഷൻ ഒന്ന് മലയാളം റീഡ് ചെയ്യാനായിട്ട്. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. Can anybody read 52nd ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ? ഒരു മിനിറ്റ്, ഇപ്പൊ ഐശ്വര്യ വായിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, എനിക്ക് ട്രാൻസ്ലേഷൻ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഹരേ കൃഷ്ണ മാജി 53 തൊട്ടല്ലേ? 52ന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കണം മാതി. 52ന്റെ. ഓക്കെ മാജി, ഓക്കെ. കലിയുഗത്തിൽ കൃഷ്ണന്റെ തിരുനാമങ്ങൾ സദാ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത് അവതാരത്തെ സുബുദ്ധിയുള്ളവർ നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ ആരാധിക്കുന്നു. അവിടത്തെ ദിവ്യരൂപത്തിന് കൃഷ്ണനിറം അല്ലെങ്കിലും അവിടുന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ. സ്വന്തം സഹചരന്മാരും ഭൃത്യന്മാരും അസ്ത്രങ്ങളും പാർഷദന്മാരും അവിടുന്ന് അകമ്പടി സേവിക്കുന്നു. ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് എവിഡൻസ് ആണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിനെ കുറിച്ച്. പിന്നെ ഇതില് ശ്രീ ജീവ ഗോസ്വാമി ക്രമസന്ദർഭത്തില് വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പൊ ഈ ശ്ലോകത്തില് കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായേ രജന്തി സുവിദേശ. പർപ്പോട്ടില് and Lord Chaitanya always chants the holy name of Krishna and describes it also. And because he is Krishna himself, whoever meets with him automatically chant the holy name of Krishna and later describe it to others. ഇത് purportല് ശില പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്തപ്പോ
ശില പ്രഭുപാദ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ചൈതന്യ ചരിതാമൃത റീഡിങ്ങിലെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ശില പ്രഭുപാദ് ജി ശ്രീമദ് ഭാഗവതം ട്രാൻസ്ലേറ്റ് തുടങ്ങി അത് പിന്നെ നിർത്തിയിട്ട് ചൈതന്യ ചരിതാമൃതം ആദ്യം കംപ്ലീറ്റ് ചെയ്ത പിന്നെയാണ് വീണ്ടും ഭാഗവതത്തിന്റെ ട്രാൻസ്ലേഷൻ ഹെഡ് പോവാൻ തുടങ്ങിയത്. അത്രയും ഇമ്പോർട്ടൻസ് മഹാപ്രഭുവിന്റെ ഈ ചരിത്രത്തിന് ചില പ്രഭുപാദ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഗുരു മഹാരാജിന്റെ ഒരു സീനിയർ സെക്രട്ടറി വീട്ടിൽ വന്നിരുന്നു. അപ്പോ ഞാന് അവർക്ക് സർവീസ് ചെയ്യുമ്പോ മാതാജി പറയുമായിരുന്നു, ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യ യാത്രയില് ഇവിടെ വന്നപ്പോ നമുക്കെല്ലാം അറിയാം, ഈ ഏരിയാസ് എല്ലാം വർക്കല, ട്രിവാൻഡ്രം, തിരുവട്ടാറ്, ഈ പ്ലേസസ് എല്ലാം വന്നിട്ട് ചൈതന്യ മഹാപ്രഭു വന്ന് ടച്ച് ചെയ്തിട്ട് പോയിരുന്നു. അപ്പൊ മഹാപ്രഭു ഈ ഏരിയ എല്ലാം നടന്നത് കൊണ്ടാണ് മഹാപ്രഭു ആരെല്ലാം കണ്ടോ അവർക്കെല്ലാം ഈ ഹോളി നെയിമിന്റെ ഇനിസിയേഷൻ എല്ലാവർക്കും ഹരിനാമം പറഞ്ഞു കൊടുത്ത്, and then whoever meets him will automatically chant the holy name of Krishna and later describe it to others. Automatically ചൈതന്യ മഹാപ്രഭു കാണുന്നവരെല്ലാം വന്നിട്ട് ഭഗവാന്റെ തിരുനാമം ചൊല്ലും, പിന്നെ അത് ഭഗവാൻ മറ്റുള്ള ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ എനിബഡി ഹു കേം ഇൻ ഫ്രണ്ട് ഓഫ് ലോർഡ് ചൈതന്യ, വെദർ ഈസ് എ ഫൂൾ, ഹീസ് എ റാസ്കൽ, ആരായാലും ഏതുപോലത്തെ ആളായാലും മഹാപ്രഭുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, മഹാപ്രഭുവിന്റെ ആ പ്രേമം, മഹാപ്രഭുവിന്റെ ആ ടച്ചില് അത് അവിടെ അവർക്ക് ട്രാൻസ്ഫർ ആവും. ആ ട്രാൻസ്ഫർ ആവുമ്പോൾ അവര് പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഹരിനാമം അവരുടെ ടങ്ങില് വൈബ്രേറ്റ് ആവും. അവരുടെ ടങ്ങില് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഹരിനാമം വൈബ്രേറ്റ് ആവുമ്പോൾ അവർ ആരെല്ലാം മീറ്റ് ചെയ്യുന്നോ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ ആരെല്ലാം ആലിംഗനം ചെയ്യുന്നോ അവർക്കും ഈ ഫീവർ, ഇപ്പൊ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എല്ലാം H1N1 ഫീവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് തൊട്ടുമുട്ടുന്നവർക്ക് എല്ലാവർക്കും ഫീവർ കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ മഹാപ്രഭുവെ കണ്ടവർ, മഹാപ്രഭുവിന്റെ അടുത്ത് വന്നവർക്ക് എല്ലാവർക്കും ഈ ഹരിനാമ ഫീവർ കിട്ടും. എല്ലാവരും ഭഗവാന്റെ ഈ ഹരിനാമ എല്ലാവരും വന്നിട്ട് 5 മണിക്ക് മറ്റവര് ചാൻഡ് ചെയ്യും. 8 മണിക്ക് വെക്കരുത്. എല്ലാവർക്കും അവര് കണ്ടവര് അവരുടെ വീട്ടിൽ പോയി അവരുടെ ഭാര്യ, അവരുടെ മക്കളെല്ലാം പോയി ആലിംഗനം ചെയ്യുമ്പോൾ മഹാപ്രഭുവിന്റെ മേഴ്സി അവിടെ ട്രാൻസ്ഫർ ആയി അവരെല്ലാരും ചാൻഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവര് വളരെ സീരിയസ് ആയിട്ട് അവര് ബാക്കിയുള്ളവർ ഇനിഷ്യേറ്റ് ചെയ്യും. ഇങ്ങനെ ഹരിനാമം വന്നിട്ട് എവറി ടൗൺ ആൻഡ് വില്ലേജ്, വീട് വീടായിട്ട് എല്ലാവർക്കും ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അഖണ്ഡ നാമം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കേരളത്തില് എവിടെ ചാൻഡ് ചെയ്താലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് ഏത് ക്ഷേത്രമായാലും, അത് ദേവീ ക്ഷേത്രമായാലും, ഗണപതിയുടെ ഏത് മുരുകന്റെ കോവില്, ഏത് കോവിലായാലും അഖണ്ഡ നാമം എന്ന് പറഞ്ഞാല് മോർണിംഗ് 6 to ഈവനിങ് 6 എല്ലാവരും ചാൻഡ് ചെയ്യുന്നത്. അപ്പൊ മാതാജി ഇത് പറഞ്ഞിട്ട് ഗുരു മഹാരാജിന്റെ ആ സീനിയർ ഡിസൈപ്പിൾ അവർ പോയ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, മേ ബി ബിക്കോസ് ഓഫ് മഹാപ്രഭുസ് മെർസി അതുകൊണ്ടായനോ എല്ലാ ടെമ്പിൾസിലും നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്ര തന്നെയാ, ബട്ട് രാമ രാമ ആയ പോലെ നമ്മൾ ഈ മഹാമന്ത്രം തന്നെ ജപിക്കുന്നതെന്ന് ഇറ്റ് വാസ് സ്ട്രൈക്കിംഗ് ടു മീ. ബിക്കോസ് ഏത് ക്ഷേത്രമായാലും അഖണ്ഡനാമ ജപം പറഞ്ഞാല് ഇറ്റ് ഈസ് ഓൺലി ഹരേ കൃഷ്ണ മഹാമന്ത്ര. സോ അത് എങ്ങനെ കിട്ടി നമുക്ക്? ആരെയെല്ലാം കണ്ടോ അവർ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ നാമം ജപിക്കും, പിന്നെ അതിന് ദേ വിൽ ഡിസ്ക്രൈബ് ഇറ്റ് ടു അതേഴ്സ്. വളരെ ബ്യൂട്ടിഫുൾ. പിന്നെ അവർ ഇവിടെ പറയുന്നുണ്ട്, ദെൻ ഓട്ടോമാറ്റിക്കലി ചാൻഡ് ചെയ്യും. പിന്നെ എപ്പോഴുമേ ഭഗവാൻ കൃഷ്ണനെ ഓർത്തിരിക്കും. ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാല് അവരെപ്പോഴും ഭഗവാന്റെ നാമം പറയുമായിരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാണുന്ന മാത്രത്തിൽ എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ ഓർമ്മ വരും. അവരുടെ ശരീരം സാൻഡൽവുഡ് പൾപ്പിൽ ഡെക്കറേറ്റ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള അവതാരങ്ങളിലെല്ലാം വന്നിട്ട് മഹാപ്രഭു വന്നിട്ട് നോട്ട് മഹാപ്രഭു കൃഷ്ണൻ വന്നിട്ട് ഓരോരോ അസ്ത്രങ്ങൾ എടുത്ത് അസുരന്മാരെ വധിച്ചപ്പോ ഇവിടെ ചൈതന്യ മഹാപ്രഭു ജസ്റ്റ് ബൈ ഹിസ് ബ്യൂട്ടിഫുൾ ഫോം, ജസ്റ്റ് ബൈ ഹി സബ്ഡ്യൂസ് ഓൾ ദ ഡീമൻസ്. എല്ലാ അസുരന്മാരും ഭഗവാന്റെ ഈ സുന്ദര രൂപത്തിനെ കാണുന്ന മാത്രത്തില് അവരുടെ ഡിമോണിയ ക്വാളിറ്റീസ് എല്ലാം അത് പിന്നെ ഹി പെർഫോംഡ് അൺകോമൺ വണ്ടർഫുൾ ആക്ട്സ് എന്നാ പറയുന്നത്. അപ്പൊ കൂടെ ഇതെല്ലാം വന്നിട്ട് പിന്നെ വരുന്ന ശ്ലോകത്തിലെല്ലാം വന്നിട്ട് ലൈൻലി ഡിസ്ക്രൈബ്. ഇപ്പൊ അടുത്ത് വരുന്ന ശ്ലോകം ഇപ്പൊ നമ്മൾ 52 എന്തുകൊണ്ട് വായിച്ചെന്ന് വെച്ചാല് ഈ 52 ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി ഫുള്ളി വരാൻ പോകുന്നത്. 52 കൃഷ്ണവർണ്ണം തുഷാകൃഷ്ണത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി അടുത്ത ഒരു 10-20 വേഴ്സിൽ വന്നിട്ട് ഈ ഓരോരോ വേർഡും വന്നിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നമുക്ക് വേഴ്സ് നമ്പർ 53 വായിക്കാം. ശുനബായി സബ ചൈതന്യ മഹിമ
Ei shloke kahe tanra mahima rasima. So, my dear brothers, please hear all these glories of Lord Chaitanya. This verse clearly summarizes his activities and characteristics. Appa, nammal parana Krishna varnam tvisha krishnam Sangopangastra Parshadam Yajner Sankirtana Prayer Yajanti Hismedasah. E verse and then it very clearly summarizes his activities and characteristics. Bhagavanda activities അവരുടെ ഗുണ ലീലകൾ എല്ലാം വന്നിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഈ വേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ now we go to verse number 54. കൃഷ്ണയേ ദ്വൈ വർണ്ണ സദായാൻ രമുഖേ അഥവാ കൃഷ്ണാകേ തീൻഹോ വർണ്ണേ നിജസുഖേ. So and ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തായിരുന്നു? ഈ രണ്ട് സിലബിൾസ് കൃഷ്ണ കൃഷ്ണ എപ്പോഴും മഹാപ്രഭുവിന്റെ നാവില് ഈ തിരുനാമം എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് കോൺസ്റ്റന്റ്ലി വളരെ ആനന്ദത്തോടു കൂടി ഈ തിരുനാമം ജപിച്ചു. നമ്മുടെ കയ്യിൽ മാല എടുക്കാൻ പറഞ്ഞാല് ഉറക്കം വരും. നല്ല ആനന്ദത്തിന്റെ ഹൈറ്റിലാണ് നമ്മൾ മഹാമന്ത്ര ചാൻഡ് ചെയ്യുമ്പോൾ. ഇപ്പൊ മഹാപ്രഭു ചാൻഡ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ ചാൻഡ് ചെയ്യുന്നതെന്ന് സ്വയം അനലൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. 55 കൃഷ്ണവർണ്ണ ശബ്ദേരാർത്ഥ ദ്വൈത പ്രമാണ കൃഷ്ണ വിനൂതാൻഡ്ര മുഖേ നാഹി ഐസേ ആനാം. These two meanings of word Krishna Varna indeed is nothing else but Krishna issues from his mouth. Krishna Varna. Krishna Varna എന്ന് പറയുമ്പോ എന്താണ് ഇവിടെ പറഞ്ഞ? കൃഷ്ണ വർണ്ണ ഓൾവേസ് കൃഷ്ണന്റെ വർണ്ണ ഈ രണ്ട് സിലബിൾസ് വന്നിട്ട് എപ്പോഴുമേ ചൈതന്യ മഹാപ്രഭുവിന്റെ വായില് എപ്പോഴുമേ ഈ കൃഷ്ണ വർണ്ണ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇനും ഈ കോൺസ്റ്റന്റ്ലി ഡിസ്ക്രൈബ്സ് കൃഷ്ണ വിത്ത് ഗ്രേറ്റ് പ്ലെഷർ എന്ന് വെച്ചാൽ വളരെ ആനന്ദത്തില് ഭഗവാനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. വർണ്ണന കൃഷ്ണ വർണ്ണ ഒന്ന് അവരുടെ നാമം വന്നിട്ട് എപ്പോഴും അവരുടെ നാവില് വന്നുകൊണ്ടേയിരിക്കുന്നു. സെക്കൻഡ് വന്നിട്ട് ഈ കോൺസ്റ്റന്റ്ലി ഡിസ്ക്രൈബ്സ് ആ ഭഗവാനെ കുറിച്ചുള്ള. സോ സങ്കീർത്തനം എന്ന് പറഞ്ഞാല് ഭഗവാനെ കുറിച്ച് പാടുന്നതും സങ്കീർത്തനവ, പിന്നെ സംഘത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് കീർത്തനം ചെയ്യുന്നത് സങ്കീർത്തനം. അതുപോലെ ഇവിടെ ഭഗവാന്റെ നാമം എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇനി ഒന്ന് ഭഗവാനെ കുറിച്ച് വളരെ ആനന്ദത്തോടു കൂടി മറ്റവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് കൃഷ്ണവർണ്ണം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്സ്. ഇപ്പൊ കൃഷ്ണവർണ്ണം തുഷാ കൃഷ്ണം സാങ്കോ, അതിലെ കൃഷ്ണവർണ്ണത്തിന്റെ മീനിങ് ആണ് ഇപ്പൊ കൃഷ്ണവർണ്ണത്തിന്റെ മീനിങ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി അടുത്തത് ടെക്സ്റ്റ് നമ്പർ 56. കേഹേതാൻഡ്രേ ബലയാദി കൃഷ്ണ വർണ്ണന ആര വിശേഷന താര kare nivaranam. If someone tries to describe him as being of blackish complexion, the next adjective tushar krishnam immediately restricts him. appo aduthathu his complexion vanittu krishna varnam alla. ഭഗവാന്റെ മഹാപ്രഭുവിന്റെ complexion vanittu yellow. അതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്. complexion vanittu കൃഷ്ണവർണ്ണം ത്വിഷാകൃഷ്ണം. ഇപ്പൊ ത്വിഷാകൃഷ്ണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 57. ദേഹകാന്ത്യഹായ തേൻഹോ അകൃഷ്ണ വർണ്ണന അകൃഷ്ണ varane kahe pita varanam. So his complexion is certainly not blackish. Indeed, he is not being blackish indicates that his complexion is yellow. So Bhagavanta Krishna varnam tusha krishnam Krishna. Appo Bhagavanta complexion, Bhagavanta color vanittu black alla, ivada Bhagavanta color vanittu yellow aanannulladana ivada namukku ariyan pattunnathu. Pinna text number 58. Kaloyam vidvamsha spotam abhiyajante dhuti bharat akrishnangam krishnam makavidhibir utkirtanamai upasyamscha prahuryam akila chaturtashramajusam sadevas chaitanya kritir atitaramna kripayatu. Okay, இது வந்துட்டு இதுல by performing the sacrifice of congregational chanting of the holy name, learned scholars in the age of Kali worship Lord Krishna, who is now blackish because of the great upsurge and feelings of Srimati Radharani. He is the only worshipable deity for the Paramahamsas who have attained the highest stage
of the fourth order of the sannyasa. May that Supreme Personality of Godhead Lord Chaitanya show his causeless mercy. അപ്പൊ ഇവിടെ പറയുന്നത്, അപ്പൊ ചൈതന്യ മഹാപ്രഭു എപ്പോഴും സങ്കീർത്തനം നാമസങ്കീർത്തനം ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോ രാധാറാണിയുടെ വിരഹഭാവത്തിൽ എപ്പോഴും ഹരിനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ഈസ് ദി വർഷിപ്പബിൾ ഡെയിറ്റി ഫോർ ദി പരമഹംസസ്. അപ്പൊ എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനെ വന്ന് വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. ചൈതന്യ മഹാപ്രഭുവിനെ വർഷിപ്പ് ചെയ്യുന്നത് പരമഹംസന്മാർ മാത്രമേ മഹാപ്രഭുവിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഹു ഈസ് അറ്റൈൻഡ്, he is the only worshipable deity for the Paramahamsas who attain the highest stage of the fourth order. May that Supreme Personality of Godhead. Sannyasa ashramam ധരിച്ചവർക്ക് മഹാപ്രഭുവാണ്. ഇത് സന്യാസാന്ന് fourth highest state of the fourth order. Fourth order സന്യാസാന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മഹാപ്രഭുവിന്റെ മേഴ്സിയിൽ സന്യാസി മാത്രമല്ലാതെ മഹാപ്രഭുവിന് ഇഷ്ടം പോലെ ഗൃഹസ്ഥ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സി നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഫോർത്ത് ഓർഡറിൽ ഉള്ള അത്രയ്ക്ക് ശില പ്രഭുപാദർ നമ്മളെ എല്ലാരും മേലെ കൊണ്ടുവന്നിരിക്കുന്നു. അത് ശില പ്രഭുപാദിന്റെ ഫാസ്റ്റ്ലെസ് മെർസിയാണ്. നമ്മളെല്ലാം ഫോർത്ത് ഓർഡറിൽ സന്യാസി ലെവൽ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. നമ്മള് ഭക്തിയിലെ ABC എഴുതാൻ പഠിക്കുന്നേ ഉള്ളൂ. എന്നാലും he is only worshipped by he is a worshipable deity for the Paramahamsas. പരമഹംസന്മാർ മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന് വർഷിപ്പ്. എസ്പെഷ്യലി നമുക്ക് ഈ ബംഗാൾ ഒറീസയിലുള്ള ആൾക്കാർക്കെല്ലാം വന്നിട്ട് മഹാപ്രഭു പറഞ്ഞാല് എല്ലാവർക്കും അറിയാം ചൈതന്യ മഹാപ്രഭു. നമ്മളെ മാതിരി സൗത്ത് ഇന്ത്യ ഉള്ള ആൾക്കാർക്ക് ചൈതന്യ മഹാപ്രഭു ഇന്നെല്ലാം ചൈതന്യ നിത്യാനന്ദ എല്ലാം എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമുക്കെല്ലാം പിന്നെയാ അറിയുന്നത്. ഇപ്പൊ അവർക്കെല്ലാം വന്നിട്ട് ഇറ്റ് ഇസ് ഇൻ ദിയർ ബ്ലഡ്. മഹാപ്രഭുവിന്റെ വർഷിപ്പ് എല്ലാം വന്നിട്ട് അവരുടെ ബ്ലഡിലേ ഉണ്ട്. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല. ഇത് ഹയസ്റ്റ് ഫോം ഓഫ് പരമഹംസ വർഷിപ്പ് വന്നിട്ട് ശ്രീല പ്രഭുപാദരും ശ്രീല പ്രഭുപാദന്റെ ഫോളോവേഴ്സും പ്രഭുപാദന്റെ നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയിലെ നമ്മുടെ ആചാര്യന്മാരെല്ലാം എത്ര ഈസി ആയിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഗൗർണിതായിന്റെ വിഗ്രഹമുണ്ട്. ഇതെല്ലാം വന്നിട്ട് നമ്മൾ പരമഹംസ ലെവലിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി ബൈ ദി mercy ഓഫ് ആചാര്യാസ് വൺ ഡേ നമുക്കും കൂടെ പരമഹംസസ് ആവാം. സോ ഇതെല്ലാം വന്നിട്ട് ചൈതന്യ ഷോസ് ഇത് വന്ന് ചൈതന്യ അഷ്ടകത്തിലെ വേഴ്സ് നമ്പർ 1 ആണ്. പ്രത്യക്ഷ താണ്ഡ്ര തപ കാഞ്ചനേര ദ്യുതി യാൻഹര ചാട്യ നാശേ അജ്ഞാന തമസ്തതി. അപ്പൊ ഭഗവാന്റെ ഈ രൂപം കാണുമ്പോ തന്നെ എന്താവും? നമ്മുടെ അജ്ഞാനമെല്ലാം പോകും, അജ്ഞാനമെല്ലാം ഇല്ലാതെ ആവും എന്ന് ഈ വേഴ്സിൽ പറയുന്നുണ്ട്. ജീവേര കൽപാശ തമോ നാശകരി ഭാരേ അംഗ ഉപ അംഗ നാമ നാനാ അസ്ത്രധരേ. ഇപ്പൊ നമ്മള് കൃഷ്ണവർണം ദ്വിഷാകൃഷ്ണം കണ്ടു. അപ്പൊ ഭഗവാന്റെ കോംപ്ലക്ഷനെ കുറിച്ച് പറഞ്ഞു. ഭഗവാന്റെ കോംപ്ലക്ഷൻ വന്നിട്ട് മോൾട്ടൺ ഗോൾഡ് ആണ്, കൃഷ്ണവർണം അല്ല എന്നുള്ളത്. ആ ശ്ലോകത്തിന്റെ കൃഷ്ണവർണം ദ്വിഷാകൃഷ്ണം, അപ്പൊ അതാണ് സാങ്കോപാംഗാസ്ത്ര പാർഷദം. ഇപ്പൊ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, ആ ശ്ലോകത്തിന്റെ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. അടുത്തത് സാങ്കോപാംഗാസ്ത്ര അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ 60ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. മാതാജി 60th ഒന്ന് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാൻ പറ്റും മാതാജി? 60th വേഴ്സിന്റെ. Okay, anyway, so എന്താ വെച്ചാല് സിൻഫുൾ ലൈഫ് ഓഫ് ലിവിംഗ് ബീയിങ്സ് റിസൾട്ട്സ് ഫ്രം ഇഗ്നറൻസ്. അജ്ഞാനത്തിൽ നിന്നാണ് പാപകരമായ ജീവിതം വന്നിട്ട് നടക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു പാപകരമായ ഇഗ്നോറൻസ് വന്നിട്ട് പോക്കാൻ വേണ്ടിയിട്ട് ഓരോരോ അവതാരത്തിലും ഓരോരോ അസ്ത്രം ഭഗവാൻ എടുത്തുകൊണ്ട് വന്നു. വില്ലും അമ്പും അങ്ങനെ ഓരോരോ അസ്ത്രങ്ങൾ, സുദർശന ചക്രം അങ്ങനെയല്ല. ബട്ട് ഇപ്പൊ വന്നിട്ട് ഭഗവാൻ കൊണ്ടുവന്നിട്ടുള്ള വെപ്പൺ അസ്ത്രം വന്ന് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ അസോസിയേറ്റ്സ്, ഭഗവാന്റെ പാർഷദന്മാര്, പിന്നെ ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാന്റെ തിരുനാമമാണ് അസ്ത്രം. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഡിമോണിയ ക്വാളിറ്റീസ് എല്ലാം കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യം ഒരു ഭക്തൻ കയറി വരണം. ഒരു ഭക്തൻ കയറി വന്നിട്ട് ഹരിനാമം തരും. മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ്, മഹാപ്രഭുവിന്റെ ഡിവോട്ടീസ്, മഹാപ്രഭുവിന്റെ കൃഷ്ണാസ് ഹോളി നെയിം, ഇത് മൂന്നുമാണ് അസ്ത്രം. എന്താണ്? ഈ സാങ്കോപാംഗാസ്ത്ര പാർഷദം. നമ്മുടെ അടുത്തുള്ള അജ്ഞാനത്തിനെ പോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അസ്ത്രങ്ങൾ ഇതാണ്.
अंग उप अंग नाम अंग उप अंग नाम नाना अस्त्र धरे अंग उप अंग नाम अंग भगवान അസോസിയേറ്റ്സ് ഉപ അംഗ ഭഗവാന്റെ ഡിവോട്ടീസ് പിന്നെ നാമ ഭഗവാന്റെ തിരുനാമം ഇത് മൂന്നുമാണ്. Now we read verse number 61. ഭക്തിര വിരോധി കർമ്മ ധർമ്മ വ അധർമ്മ താഹാര കൽമശ നാമ സെയി മഹതമാം. See, very important. ഇത് വന്നിട്ട് നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ എന്താ പറയുന്നത്? ഗ്രേറ്റസ്റ്റ് ഇഗ്നോറൻസ് കൺസിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് വെദർ റിലീജിയസ് ഓർ റിലീജിയസ് that are opposed to devotional service. They are to be known as sins or kalmasha. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ശാസ്ത്രം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ്, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, അപ്പോ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ഈ വേഴ്സിൽ എന്താ പറയണ? നമുക്ക് വന്നിട്ട് റിലീജിയസ് ആയാലും ഇറിലീജിയസ് ആയാലും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് റിലീജിയസ് ആക്ടിവിറ്റീസ് ധാർമ്മിക അല്ല, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ എന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, അല്ല വേദങ്ങൾ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഐ ഡു റിലീജിയസ് ഓർ ഇറിലീജിയസ് ദാറ്റ് ആർ ഒപ്പോസ് ടു ഡിവോഷൻ. ശുദ്ധ ഭക്തിയുത സേവനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാപം തന്നെയാണെന്ന് പറയുന്നു. സോ ദർ ഇസ് നത്തിങ് കോൾഡ് ആസ്, ഈ ലോകത്തിലെ ഒരേ ഒരു നല്ല കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് അത്? ഭഗവാന്റെ ഭക്തിയുത സേവനം. ആ ഭക്തിയുത സേവനം അല്ലാതെ ഞാൻ രാവിലെ എണീക്കും, തൊഴുതിട്ടേ വെള്ളം കുടിക്കുള്ളൂ, അമ്പലത്തിൽ പോവും, പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. പ്യുവർ പരിശുദ്ധമായ ഭക്തിയുത സേവനം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭക്തിയുത സേവനം അല്ലാതെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും എന്താ പറയണ? കൽമഷ. ഇറ്റ് ഇസ് ഓൺലി കൽമഷ എന്ന് പറയുന്നു. They are to be known as sins, കൽമഷ. അപ്പൊ ഡിവോഷണൽ സർവീസ് ചെയ്യാതെ ബാക്കി എന്ത് കാര്യം ചെയ്താലും അത് കൽമഷമാണ്, പാപമാണെന്ന് ചൈതന്യ ചരിതാമൃതം പറയുന്നു. So text number 62. ബാഹുതുലി ഹരി ബോലി പ്രേമ ദൃശ്യ ഛായ കാരിയ കൽമഷ നാശ പ്രേമേതേ ബസായ. Raising his arms, chanting the holy name and looking upon all with deep love, he drives away all the sins and floods everyone with love of God. Wow, എന്ത് ബ്യൂട്ടിഫുൾ ക്വാളിറ്റിയാണ്. കൈ ഉയർത്തി ഭഗവാന്റെ നാമം ചൊല്ലി എല്ലാവരുടെ വളരെ സ്നേഹത്തോടു കൂടി കണ്ടിട്ട് എല്ലാവരുടെ പാവങ്ങളെയും ജസ്റ്റ് ബൈ ഗിവിംഗ് ദ ഹോളി നെയിം എല്ലാവരുടെ സിൻസയും എല്ലാവരുടെ പാവങ്ങളെയും കഴുകി കളയുന്നുണ്ട് ഭഗവാൻ. വളരെ സിമ്പിൾ ആയിട്ട് വലിയ യാഗം യജ്ഞം എല്ലാം ചെയ്യാതെ കലികാലേ നാമരൂപേര കൃഷ്ണേർ അവതാര യജ്ഞേർ സങ്കീർത്തനം. ഈ യജ്ഞം, ഹരിനാമം ജപിക്കുന്ന ഈ യജ്ഞം സങ്കീർത്തനത്തിൽ മാത്രം ഭഗവാന്റെ തിരുനാമം ഉയർത്തി പാടി എല്ലാവരുടെയും പാപങ്ങളെയും കഴുകി കളഞ്ഞ് എല്ലാവർക്കും കൃഷ്ണപ്രേമം നൽകുന്നു. എന്തൊരു മേഴ്സി മഹാപ്രഭുവിന്റെ. ജയ്. ടെക്സ്റ്റ് നമ്പർ 63. സ്മിതാലോകക്ഷോകം ഹരതി ജഗതാം യസ്യ പരിതോ ഗിരാം തോ പ്രാരംഭ കുശല പത്തലീം പല്ലവ്യതി പാദാലംബകം വ പ്രണയതി നഹി പ്രേമ നിവഹം സദേവശ്ചൈതന്യ കൃതിർ അതിതരാം ന കൃപയതു. ഇതില് ചൈതന്യ മഹാപ്രഭു ഈ പരമപുരുഷോത്തമ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വന്നപ്പോ മഹാപ്രഭു എന്താ അവരുടെ സ്മൈലിംഗ് ഗ്ലാൻസ് at once drives away all the bereavements of the world and his very words enliven the auspicious creepers of devotion by expanding their leaves, taking shelter of his lotus feet. Okay. ഹരേ കൃഷ്ണ. ഇതിന്റെ ട്രാൻസ്ലേഷൻ ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? മലയാളം ബുക്ക് ഉള്ളവർക്ക് 63യുടെ ട്രാൻസ്ലേഷൻ ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. എനിക്ക് ഇംഗ്ലീഷ് ബുക്കാണ്. എനിക്ക് ഇംഗ്ലീഷ് ആണ് എനിക്ക് വായിക്കാൻ. എനിവേ, സോ ആശാ മാതാജി, can you please read? വായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് മാധവി. No problem. It's okay. So may that Supreme Personality of Godhead in the form of Lord Chaitanya bestow his causeless mercy upon us. His smiling glance at once drives away all the bereavements of the world and his very word enlivens. Okay. ആ സ്മൈലിംഗ് എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഭഗവാന്റെ ആ മന്ദഹാസം, ആ സ്മൈലിംഗ് ഗ്ലാൻസ് കാണുമ്പോ തന്നെ എല്ലാ ദുഃഖങ്ങളെയും
മാറ്റിക്കളയും. ആൻഡ് അപ്പൊ ദുഃഖം പോയി കഴിഞ്ഞാൽ എന്താകും? അവിടെ ഓട്ടോമാറ്റിക്കലി എല്ലാ മംഗളവും അവിടെ വന്നിരിക്കും. അമംഗളം എല്ലാം പോയി ഓട്ടോമാറ്റിക്കലി മംഗളം. മംഗളം എന്താണ്? ഭക്തിലതാ ബീജം വളരും. വളർന്നിട്ട് സ്ലോലി ആ ബീജത്തിന്റെ ഓരോരോ ഇലകളെല്ലാം സ്ലോലി മുളയ്ക്കാൻ തുടങ്ങും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ നമുക്ക് പ്യുവർ ഭക്തിയുടെ ക്രീപ്പർ നമ്മുടെ ഹൃദയത്തിൽ വളരാൻ തുടങ്ങുന്നു. ഭഗവാന്റെ ആ സ്മൈലിംഗ് ഗ്ലാൻസ് കാണുമ്പോ തന്നെ. ഇത് വന്നിട്ട് ചൈതന്യ അഷ്ടകത്തില് വേഴ്സ് 8 പറഞ്ഞിട്ടുണ്ടെന്ന് രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് നമ്പർ 64. ശ്രീയംഗ ശ്രീമുഖ കരെ ദർശന താര പാപക്ഷയ ഹയ പായ പ്രേമധന. എനിവൺ? സോ ഇതുവരെ ഇപ്പൊ സ്മിത ശ്ലോകം, ഈ ശ്ലോകത്തില് വന്നിട്ട് ഭഗവാന്റെ സ്മൈലിംഗ് ഗ്ലാൻസ് വന്നിട്ട് എല്ലാ കഷ്ടപ്പാടിന്ന് മാറ്റും. ഭഗവാന്റെ ഓരോരോ വേർഡ്സ്, ഭഗവാന്റെ വായിന്ന്, ചൈതന്യ മഹാപ്രഭുവിന്റെ വായിന്ന് വരുന്ന ഓരോരോ വേർഡ്സ് കേൾക്കുമ്പോഴും ഭക്തിലത മുളയ്ക്കും. പിന്നെ ഭഗവാന്റെ തൃപ്പാദത്തില് നമ്മൾ ഷെൽട്ടർ എടുക്കുമ്പോൾ ആ ഭക്തി, ട്രാൻസെൻഡൽ ലവ് വന്നിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് എനിക്ക് അനുഗ്രഹം തരട്ടെ, നമുക്ക് അനുഗ്രഹം തരട്ടെ എന്നാണ് ഈ വേഴ്സ് 63 വന്നിട്ട് പറയുന്നത്. ഇപ്പൊ നമുക്ക് 64th വേഴ്സ് ആണ്. 64th വേഴ്സില് ഭഗവാന്റെ ബ്യൂട്ടിഫുൾ ഫേസ് കാണുന്നവർക്ക് വന്നിട്ട് എല്ലാവിധ പാപങ്ങളിലിരുന്നും ഫ്രീഡം കിട്ടും. എല്ലാ പാപങ്ങളും. ശ്രീയംഗ ശ്രീമുഖ കരെ ദർശന. ശ്രീയംഗ ശ്രീമുഖ ഇതൊക്കെ വന്നിട്ട് ദർശനം ചെയ്യുന്നവർക്ക് താരാ പാപക്ഷയ, എല്ലാ പാപവും എന്താവും? പാപക്ഷയ, എല്ലാ പാപവും വാഷ് ഔട്ട് ആവും. ആൻഡ് കിട്ടുന്നത് എന്താണ്? പായ പ്രേമധന. പ്രേമധന, ഭഗവാന്റെ നിധി, പ്രേമനിധി എന്ന് പറയുന്ന ആ വലിയ ധനം വന്നിട്ട് നമുക്ക് കിട്ടും. ഭഗവാന്റെ ബ്യൂട്ടിഫുൾ ബോഡി, ബ്യൂട്ടിഫുൾ ഫേസിനെ കാണുന്നവർക്ക്. ശ്രീയംഗ ശ്രീമുഖ കരെ ദർശന. ശ്രീയംഗം, ഭഗവാന്റെ ബ്യൂട്ടിഫുൾ സുന്ദര രൂപത്തെ കാണുന്നവർക്ക്, ഭഗവാന്റെ ബ്യൂട്ടിഫുൾ ഫേസിനെ കാണുന്നവർക്ക്. അപ്പൊ എവറിഡേ പോയി നമ്മൾ മഹാപ്രഭുവിന്റെ ആൾട്ടറിലെ മഹാപ്രഭുവിന്റെ ഫേസിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോൾ നമുക്കിത് ഓർക്കണം. ഭഗവാന്റെ ബ്യൂട്ടിഫുൾ ബോഡി, ബ്യൂട്ടിഫുൾ സ്മൈൽ കാണുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും തീരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന വലിയ നിധി എന്താണ്? ഭഗവാന്റെ ലവ് ഓഫ് ഗോഡ്. അതാണ് നമുക്ക് കിട്ടുന്നത്. സോ നൗ വി ഗോ ടു 65. അന്യാവതാരെ സഭ സൈന്യ ശസ്ത്ര സംഘേ ചൈതന്യ കൃഷ്ണേര സൈന്യ അംഗ ഉപ അംഗേ. അപ്പൊ എല്ലാ പാപവും കളയുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഭഗവാന്റെ സൈന്യന്മാർ ആരാണ്? പാർട്ടീസിലുള്ള ആർമീസ്. In other incarnations, the Lord descended with armies and weapons, but in this incarnation, his soldiers are his plenary parts and associates. അപ്പൊ ഇവിടുത്തെ ഭഗവാന്റെ വെപ്പൻസ് ആരാണ്? ഭഗവാന്റെ വെപ്പൻസ് വന്നിട്ട് ഭഗവാന്റെ അസോസിയേറ്റ്സ്. ഭഗവാന്റെ അസോസിയേറ്റ്സ് ഭഗവാന്റെ പാർഷദന്മാരാണ്. ഇവിടെ ഭഗവാന്റെ അസ്ത്രങ്ങൾ, വെപ്പൻസ്. ഓക്കെ, ടെക്സ്റ്റ് നമ്പർ 66. ഈ അവതാരത്തില് ഭഗവാന്റെ വെപ്പൻസ്. അപ്പൊ ഒരു ഡിവോട്ടി ഇനി ഒരു ഡിവോട്ടിയുടെ വീട്ടിൽ വരുവാണെങ്കിൽ അത് ഭഗവാന്റെ അസ്ത്രമായിട്ട് തന്നെ നമ്മൾ കാണണം. ഭഗവാന്റെ വെപ്പനാണ്, ഭഗവാന്റെ അസ്ത്രമാണ്. നമ്മുടെ അടുത്തുള്ള മായയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരില്ല. മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ് എല്ലാം നമ്മുടെ വീട്ടിൽ വരും. അപ്പം ഇൻ എ പോസിറ്റീവ് വേ എന്റെ അടുത്തുള്ള കൽമഷങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അസോസിയേറ്റ് നമ്മുടെ വീട്ടിൽ, മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ് നമ്മുടെ വീട്ടിൽ വരുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിന് നമ്മൾ അവരെ റിസീവ് ചെയ്യണം. ബിക്കോസ് പറയുന്നത് എന്റെ വെപ്പൻസ് എല്ലാം വന്ന് എന്റെ അസോസിയേറ്റ് ആണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ. ഇപ്പൊ ടെക്സ്റ്റ് നമ്പർ 66. സതോപാശ്യ ശ്രീമാന്ദ്രിതമനുജ തായൈ പ്രണയിതാം വഹദ്ദീർഘിർവാണേർഗിരിശ പരമേഷ്ടി പ്രഭൃതിഭിഃ സ്വഭക്തേഭ്യഃ ശുദ്ധാം നിജ ഭജന മുദ്രാമുപദിശാൻ. ശ്രീ ചൈതന്യ കിം മേ പുനരപി ദൃശോർ യാസ്യതി പദം. Lord Sri Chaitanya Mahaprabhu is always the most worshipable deity of the demigods, including Lord Shiva, Lord Brahma, who came in the garb of ordinary men, bearing love for him. He instructs his own pure devotional service to his own devotees. Will he again be the object of my vision? ഇത് ചൈതന്യ അഷ്ടകത്തില് സ്തവമാലയില് രൂപ ഗോസ്വാമി പാദ് പറയുന്നതാണ്. അപ്പൊ
டிவோட்டீஸ் தேவதாஸ் எல்லாம் வந்துட்டு ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വന്ന് നാമസങ്കീർത്തനം ചെയ്തിട്ട് ഇങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ട് പോകുമ്പോ എല്ലാ ദേവന്മാരും ബ്രഹ്മ ശിവൻ എല്ലാ 33 ദേവന്മാർ എല്ലാരും വന്നിട്ട് സാധാരണ ആൾക്കാരായി വന്നിട്ട് വന്ന് ആ പ്യൂർ ഭക്തിയെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നു. സാധാരണ ആൾക്കാരായി വന്നു. വലിയ ദേവന്മാരെല്ലാരും വന്നു. എങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ രാമൻ ജനിച്ചപ്പോ എല്ലാം ദേവന്മാരെല്ലാം ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. അതുപോലെ ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴും എല്ലാ ദേവന്മാരും became as ordinary human beings. പിന്നെ മഹാപ്രഭു വന്നിട്ട് എങ്ങനെ ഭക്തിയുത സേവനം ചെയ്യണം, ശുദ്ധ ഭക്തി പ്യൂർ ഡിവോഷണൽ സർവീസ് എങ്ങനെ ചെയ്യണം തന്നെ കാണിച്ചു കൊടുത്തു. അതാണ് 66 ടെക്സ്റ്റ് നമ്പർ 67. അംഗോപാംഗാസ്ത്രകരേ സ്വകാര്യ സാധന അംഗശബ്ദേര അർത്ഥാരാശു നദിയാമനാം. അപ്പൊ അടുത്തത് അംഗ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് പറയുന്നുണ്ട്. അംഗ is clearly part and associate perform the work of weapons as his own specific duties. Please hear from me another meaning of anga. ഇപ്പൊ അംഗ എന്നുള്ള വാക്കിന് മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ശ്ലോകത്തില് എന്താണ്? കൃഷ്ണവർണം കൃഷ്ണം സാംഗോ പാങ്കാസ്ത്ര പാർഷദം. ഇപ്പൊ സാംഗോ അംഗ എന്ന വേർഡിന്റെ മീനിങ് ആണ് ഇവിടെ പറയുന്നത്. പ്ലീസ് ഹിയർ ഫ്രം 68. അംഗ ശബ്ദേ അംസകഹേ ശാസ്ത്ര പ്രമാണ അംഗേര അവയവ ഉപാംഗ വ്യാഖ്യാന. അംഗ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വേഴ്സ് നമ്പർ 68. അംഗ ഉണ്ട്, ഉപാംഗ അംഗ ശബ്ദേ പിന്നെ ഉപാംഗ വ്യാഖ്യാനം രണ്ട് ഉണ്ട്. അംഗ ഉണ്ട്, ഉപാംഗ ഉണ്ട്. അംഗ പറഞ്ഞാല് ഭഗവാന്റെ ഒരു അംശം, ഭഗവാന്റെ ബോഡിന്ന് ഒരു ലിംബ്, ഭഗവാന്റെ ഒരു അംഗം, ഒരു ഭാഗം അംഗം. പിന്നെ ഉപാംഗ വന്നിട്ട് ഒരു ചെറിയ ഒരു ഭാഗം, ആ ഭഗവാന്റെ അംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം. അംഗ ഉപാംഗ ഇത് രണ്ടുമാണ് ഇവിടെ പറയുന്നത് ഈ വേർഡില്. അംഗ അതായത് ഭഗവാന്റെ സ്വയം എക്സ്പാൻഷനും പിന്നെ എക്സ്പാൻഷന്റെ ഒരു ചെറിയ ഒരു ഭാഗവും. അപ്പൊ ഭഗവാന്റെ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സും പിന്നെ ഫോളോവേഴ്സും ഇതാണ് ഇവര് ഇത് പറയുന്നത്. 69. നാരായണസ്വം നഹി സർവദേഹിനാം ആത്മാ അതിശാഖില ലോകസാക്ഷി നാരായണോംഗം നരഭൂ ജനായന തച്ചാപി സത്യം ന സ്വൈവ മായ. ഭാഗവതത്തില് 10th കാൻറ്റോയിലുള്ള ഒരു വേഴ്സ് ആണ് ഇത്. ഈ വേഴ്സില് നാരായണ വന്നിട്ട് ഭഗവാൻ കൃഷ്ണന്റെ ഒരു അംഗമാണ്. ഭഗവാൻ കൃഷ്ണൻ പരമപുരുഷോത്ത ഭഗവാൻ കൃഷ്ണൻ. പിന്നെ നാരായണൻ വന്നിട്ട് ഭഗവാൻ നാരായണൻ വന്നിട്ട് കൃഷ്ണന്റെ ഒരു അംഗമാണ്. അപ്പം ഇപ്പൊ 3 വിഷ്ണുസ് എടുത്താല് ഒറിജിനൽ 3 വിഷ്ണുവിൽ വന്നിട്ട് ഒറിജിനൽ നാരായണൻ വന്നിട്ട് കൃഷ്ണനാണ്. പിന്നെ ബ്രഹ്മദേവൻ ബാക്കി എല്ലാവരും വന്നിട്ട് ഭഗവാന്റെ ഒരു അംശമാണ്, സ്മോൾ അംശ, ഉപ അംഗ. ബ്രഹ്മ refers to Narayana as an anga of Krishna. So ബ്രഹ്മ വന്നിട്ട് നാരായണന്റെ ഒരു അംഗമാണ്. കൃഷ്ണൻ പരമപുരുഷോത്തമൻ. കൃഷ്ണന്റെ അടുത്തിരുന്ന് വന്ന അംഗം വന്നിട്ട് നാരായണാസിന്റെ അടുത്തുനിന്ന് വന്ന അംഗമാണ് ബ്രഹ്മദേവൻ. സോ അംഗ ഉപ അംഗ. ഫസ്റ്റ് പാർട്ട് വന്നിട്ട് വിഷ്ണു എക്സ്പാൻഷൻസ്, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മ അങ്ങനെയെല്ലാം വരുമ്പോ അത് ഉപ അംഗ. ഭഗവാന്റെ അടുത്തുനിന്ന് തന്നെ വന്നവരാണ് നാരായണനും ബ്രഹ്മൻ എല്ലാവേ. ഇപ്പൊ ഭഗവാന്റെ അംശം, ബോഡലി അംഗ. പിന്നെ അടുത്തത് വന്ന് ഉപ അംഗ, ആ അംഗത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം. അങ്ങനെ ഭഗവാന്റെ അസോസിയേറ്റ്സും പിന്നെ ഫോളോവേഴ്സും അതിനെ കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. So next we go to text number 70.
जलशायी अंतर्यामी यही नारायण से हो तुम्हारा अंशे तुम्ही मूल नारायण. You are मूल नारायण. Yes. ഭഗവാനാണ് മൂലനാരായണൻ. ഭഗവാന്റെ അടുത്ത് നിന്ന് വരുന്നതാണ് 3 തരത്തിലുള്ള വിഷ്ണുക്കൾ. ആരല്ല? കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഇവരെല്ലാരും ഭഗവാന്റെ അടുത്ത് ഇരുന്നത്. അപ്പൊ ഒറിജിനൽ നാരായണ വന്നിട്ട് ഭഗവാനാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് വരുന്ന അംഗങ്ങളാണ് ഇവരെല്ലാം എന്ന് പറയും. ഓക്കെ, ടെക്സ്റ്റ് നമ്പർ 71. അംഗശബ്ദേ അംശകഹേ സേഹോ സത്യഹയ മായാകാര്യ നഹേ സബചിദാനന്ദമയ. 71. The word anga indeed refers to the plenary portion. Such manifestations should never be considered products of material nature, for they are all transcendental, full of knowledge and bliss. இப்ப அங்க வந்துட்டு പ്ലീനറി പോർഷൻ വന്നിട്ട് ഭഗവാന്റെ ഒരു അംഗമാണ്, ഒരു ഭാഗമാണെന്ന് പറഞ്ഞാലും അത് വന്നിട്ട് നമ്മൾ വന്നിട്ട് അവരെല്ലാം ഭൗതികമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ല. ഭഗവാൻ വന്നിട്ട് ട്രാൻസെൻഡന്റൽ ആണ്, ഭഗവാൻ വന്നിട്ട് പരിശുദ്ധമാണ്, ഭഗവാൻ വന്നിട്ട് പൂർണ്ണനാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് വന്ന അംഗങ്ങളും അതുപോലെ പൂർണ്ണമാണതാണ്. അവരും എന്താണ്? സച്ചിദാനന്ദമയമാണ്. സഭ സച്ചിദാനന്ദമയ. They are also full of transcendental knowledge and they are transcendental, full of knowledge and full of bliss. അപ്പൊ ഈശോപനിഷത്തിന്റെ വേഴ്സ് ശില പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്നുണ്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. അപ്പൊ ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് വരുന്ന ഓരോന്നും പൂർണ്ണമാണ്. ഭഗവാന്റെ സൃഷ്ടിയെല്ലാം വളരെ പൂർണ്ണമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ശില പ്രഭുപാദ പർപ്പോട്ടില് വളരെ നല്ലോണം നൈസ്ലി പറയുന്നു. In the realm of the absolute, 1 + 1 = 1 and 1 - 1 also equals 1. നമ്മൾ 1 + 1 = 1. പൂർണ്ണത്തിൽ നിന്ന് വരുന്നതെല്ലാം പൂർണ്ണമാണ്. ഇൻ സ്പിരിച്വൽ ആധ്യാത്മികത്തില് വന്നിട്ട് സ്പിരിച്വൽ ലോകത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അവിടെ 1 + 1 = 1 and 1 - 1 also equals 1. ഇത് നമുക്ക് വന്നിട്ട് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവിടെ എന്താ പറയണ? പൂർണ്ണത്തിൽ നിന്ന് വന്ന എല്ലാം പൂർണ്ണമാണ്. ഇവിടെ താഴെ ബ്രഹ്മസംഹിതയുടെ ശ്ലോകം കൂടെ കോട്ട് ചെയ്യുന്നുണ്ട്. ദീപാചുരേവഹി ദശാന്തരം അഭ്യുപേത്യ. ഒരു ദീപത്തിൽ നിന്ന് പല ദീപങ്ങൾ കത്തിച്ചാല് ആ ഒറിജിനൽ ദീപം എങ്ങനെയാണോ പ്രകാശമായ സെയിം ക്വാളിറ്റി എല്ലാ ദീപത്തിലുണ്ട്. അപ്പോ അത് പൂർണ്ണമാണ്, അത് 1 ആണ്. അതേ 1 ആണ് എത്ര ദീപം കത്തിച്ചാലും. അപ്പൊ ഇൻ സ്പിരിച്വൽ റെം ഭൗതിക ലോകത്തിൽ 1 + 1 = 2 and 1 - 1 = 0 എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. സ്പിരിച്വൽ പൂർണ്ണത്തിൽ നിന്ന് വന്ന എല്ലാം പരിപൂർണമാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോ വിഷ്ണു തത്വം വന്നിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് തന്നെ വന്നതുകൊണ്ട് വിഷ്ണു തത്വം വന്നിട്ട് കംപ്ലീറ്റ്ലി ഈക്വൽ ഇൻ പൊട്ടൻസി. ബട്ട് ശിവയും ലോർഡ് ബ്രഹ്മയെല്ലാം ബ്രഹ്മദേവനും ശിവനും എല്ലാം വന്നിട്ട് ഭൗതിക എനർജിയുടെ മെറ്റീരിയൽ എനർജിയിലെ വന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ശക്തിയിലെ കുറച്ച് ഗ്രഡേഷൻസ്, കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ വിഷ്ണു തത്വം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. അവിടെ വിഷ്ണു തത്വങ്ങളുടെ അടുത്ത് മായ വന്നിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ശ്ലോകത്തില് ശില പ്രഭുപാദ് വന്നിട്ട് പറയുന്നുണ്ട്. സോ now we go to 72, verse number 72. Advaita Nityananda Chaitanyera Duiyanga Angera Avayavya Gane Kahiye Upanga. Yes. Sri Advaita Prabhu and Sri Nityananda Prabhu are both plenary portions of Lord Chaitanya. Thus, they are the limbs, angas, of his body. The parts of the 2 limbs are called as upangas. Appam Mahaprabhu's അംഗങ്ങൾ ആണ് അദ്വൈത പ്രഭു, നിത്യാനന്ദ പ്രഭുവും plenary portions എന്ന് പറയുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് വരുന്ന ഭാഗങ്ങൾ വന്നിട്ട് ഉപ്പാങ്ക. സോ അംഗ ആൻഡ് ഉപ്പാങ്ക. ഫസ്റ്റ് വന്നിട്ട് വിഷ്ണു എക്സ്പാൻഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ അസോസിയേറ്റ്സ് ബാക്കി എല്ലാവരും അംഗ ആൻഡ് ഉപ്പാങ്ക അതാ പറയുന്നത്. 73. അംഗോപാംഗ തീക്ഷ്ണ അസ്ത്ര പ്രഭുര സഹിതേ സൈസബ അസ്ത്രഹയ പാഷാണ്ഡ ദലിതേ. Thus the Lord is equipped with sharp weapons in the form of his parts and plenary portions. All these weapons are competent enough to crush the faithless atheist.
ഫെയ്ത്ത്ലെസ് ഏത്തിയസ്റ്റ്. പാഷാണ്ടികള് ഇതിന്റെ പേർപ്പർട്ട് വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാഷാണ്ടി എന്നുള്ള വർക്ക് ഇവിടെ ഈ പേർപ്പർട്ടിൽ ഇവിടെ പറയുന്നുണ്ട്. പാഷാണ്ടീസ് പറഞ്ഞാല് ഏത്തിയിസ്റ്റ്, ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവര്, ദൈവം ഇല്ല എന്ന് പറയുന്നവര്, ഇവരെല്ലാം ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുള്ള വെപ്പൻസ് ആണ്, ഷാർപ്പ് വെപ്പൻസ് ആണ് ഭഗവാന്റെ അംഗവും ഉപാംഗവും. ഭഗവാന്റെ അടുത്തുനിന്ന് വന്ന് വിഷ്ണു എക്സ്പാൻഷൻസും പിന്നെ അവരുടെ ഫോളോവേഴ്സ് എല്ലാവരും എന്താന്ന് വെച്ചാല് ഏത്തിയിസ്റ്റ് വന്നിട്ട് ദൈവമില്ലാന്ന് വിശ്വാസമില്ലാതെ ഏത്തിയിസ്റ്റ് എല്ലാം വന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ ശീല പ്രഭുപാദർ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഭഗവാനെ വന്നിട്ട് ഒരിക്കലും ദേവന്മാരുടെ കൂടെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഭഗവാനെയും ദേവന്മാരെയും കമ്പയർ ചെയ്യുന്നവർ വന്നിട്ട് പാഷാണ്ടി എന്ന് പറയുന്നുണ്ട്. സോ എല്ലാം വിഷ്ണുവും കൃഷ്ണനും എല്ലാ ഭഗവാന്മാർ കഴിഞ്ഞ ദിവസം ഒരു ഫേമസ് it was Anant Ambani. We worship all the gods and we are Sanatanis. We worship all the Bhagavan. അവർക്ക് ഗോഡ് ഭഗവാൻ എന്താണെന്ന് അവർക്ക് അറിയില്ല. വി വർഷിപ്പ് ഓൾ ഗോഡ്സ് ആൻഡ് ഓൾ ഭഗവാൻസ്. ഭഗവാൻ ഇസ് ഓൺലി വൺ. ബാക്കി എല്ലാവരും ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആണ്. സോ ഐ എം എ പ്രൗഡ് സനാതനി എന്നുള്ള പറയുമായിരുന്നു. യെസ്, വി റെസ്പെക്ട് ഹിം. ഹി ഈസ് എ പ്രൗഡ് സനാതനി. സനാതന ധർമ്മ എല്ലാവർക്കും എത്തിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഗുഡ്. ബട്ട് അവർക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ആരാണ്, ദേവന്മാർ ആരാണെന്നുള്ള ഒരു വ്യത്യാസം. ഇപ്പൊ നമുക്ക് മഹാപ്രഭുവിന്റെ ലൈനിൽ വന്ന് ഇതില് ഒരു ചെറിയ കുട്ടി ഹൂ ഇസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്? കൃഷ്ണ. ഹൂ ആർ ഡെമിഗോഡ്സ്? അതെല്ലാം ഭഗവാന്റെ അംഗങ്ങളാണ്. ബാക്കി എല്ലാ വിഷ്ണുവിന്റെ താഴെ വരുന്ന എല്ലാ ദേവന്മാരെ അത് വന്നിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാൻ പറ്റും. പക്ഷെ വലിയ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്നവർക്കും ഭഗവാൻ ആര്, ഭഗവാന്റെ ഭക്തന്മാരാണ്, ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആരാണ്, ഭഗവാന്റെ അസോസിയേറ്റ്സ് ആരാണ് അന്ന് എല്ലാവരും ഭഗവാനാണ്. അങ്ങനെ one who compares the supreme personality of Godhead to demigods is known as Pashanda. Pashandas try to bring the supreme lord down to mundane level. Sometimes they create their own imaginary god to accept it. Pashanda എന്ത് ചെയ്യുന്ന വെച്ചാല് അവരുടെ ലെവലിലേക്ക് ഡെമിഗോഡ്സിന്റെ ഒരു ഭഗവാന്റെ ലെവൽ വേറെ, ദേവന്മാരുടെ ലെവൽ വേറെ, പിന്നെ വിഷ്ണു തത്വങ്ങളുടെ ലെവൽ വേറെ, ദേവന്മാരുടെ ലെവൽ വേറെ. ഇതൊന്നും അറിയാത്തവർ ഒന്ന് ദൈവം ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയും. സോ പിന്നെ ഇത് മനുഷ്യന്മാരെ വന്നിട്ട് അവതാരം എന്ന് കൂടെ പറയും. സോ ഇവരെല്ലാം വന്നിട്ട് പാഷാണ്ടികളാണ്. അപ്പൊ വളരെ സാധാരണമായിട്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഭഗവാന്റെ ഭഗവാന്റെ അംഗ ഉപാംഗ ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ സാധാരണ അറിയാത്തപ്പോ ഇതുപോലെ കുറച്ച് എന്തെങ്കിലും പറയാൻ അറിയുന്ന ആൾക്കാർ വന്നിട്ട് അവരെ ഒന്നുകൂടെ കൺഫ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെയും വന്നിട്ട് റോങ് വഴി കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവർ വന്നിട്ട് എന്താണ്, ഇവരെല്ലാം വന്നിട്ട് പാഷാണ്ടീഷ്. ഈ പാഷാണ്ടികൾക്ക് വന്നിട്ട് ഭഗവാന്റെ ലീലകൾ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. They think the devotional service is no better than ordinary fruitive activities or karma. സാധാരണ കർമ്മം ചെയ്യുന്ന പോലെ തന്നെയാണ് ഭക്തിയുത സേവനം എന്ന് അവർ വിചാരിക്കും. പക്ഷെ സാധാരണ കർമ്മത്തിനും ഭക്തിയുത സേവനത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് വന്നിട്ട് ഇവർക്ക് മനസ്സിലാവില്ല. സോ ഭഗവത്ഗീതയിൽ വന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. അതിനു വേണ്ടിയിട്ട് ഞാൻ തന്നെ വരുന്നുണ്ട്, ഞാൻ തന്നെ യുഗന്തോറും വീണ്ടും 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 അവതരിക്കുന്നു. എന്തിനാണ്? ഈ പാഷാണ്ടികളെല്ലാം, ഈ നോൺസെൻസ് പറയുന്ന പാഷാണ്ടികളെയെല്ലാം തുടച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ഭഗവാൻ വരുന്നുണ്ട്. ഭഗവാന്റെ ബോണഫൈഡ് റെപ്രസെന്റേറ്റീവ്സ്, ഭഗവാന്റെ ശുദ്ധമായ പ്യുവർ റെപ്രസെന്റേറ്റീവ്സിനെ വന്നിട്ട് അയച്ചു വിടുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് പാഷാണ്ടി ആരാണ്? ഇപ്പൊ ഡെമിഗോഡ് വർഷിപ്പ്, അതായത് ഡെമിഗോഡെയും ഭഗവാനെയും ഒരേ ലെവലിലും വെക്കുന്നവര് പാഷാണ്ടികളാണ്. അപ്പൊ അവർ നമ്മൾ സനാതന ധർമ്മം എല്ലാം പറയുന്ന പോലെ തന്നെ ഉണ്ടാവും, വേദവും ശാസ്ത്രവും എല്ലാം പറയും, പക്ഷെ they are all പാഷാണ്ടീസ്. അവരുടെ അടുത്ത് നമ്മൾക്ക് അസോസിയേഷൻ വെക്കാൻ പാടില്ല. ഓക്കെ, now we go to verse number 74. നിത്യാനന്ദ ഗോസാനി സാക്ഷാത് ഹളധര, അദ്വൈത ആചാര്യ ഗോസാനി സാക്ഷാത് ഈശ്വര,
നിത്യാനന്ദ ഗോസ്വാമി സാക്ഷാത് ഹളധര, സാക്ഷാത് ബലരാമനാണ്. അദ്വൈതാചാര്യ is a personality of Godhead himself, സദാശിവൻ തന്നെയാ. അപ്പൊ അദ്വൈതാചാര്യ ആരാണെന്ന് ഈ ശ്ലോകത്തിൽ പറയും. 75 ശ്രീവാസാദി പരിഷാദ സൈന്യ സംഘേ ലനാ ദ്വി സേനാപതികുലേ കീർത്തനീയ കരിയാം. These two captains with their soldiers such as Srivas Thakur travel everywhere chanting the holy name of the Lord. അപ്പൊ ഈ two captains ആരാ? നേരത്തെ പറഞ്ഞ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, and with their soldiers, അവരുടെ സോൾജേഴ്സ് ആരെല്ലാവാ ഇവിടെ? ശ്രീവാസ് ഠാക്കൂർ ആൻഡ് ഓൾ ദ അസോസിയേറ്റ്സ് ഓഫ് ദ ലോർഡ്. മഹാപ്രഭുവിന്റെ വെപ്പൺസ് എന്ന് പറഞ്ഞത് ഭഗവാന്റെ അംഗവും ഉപ അംഗവും. അംഗാസ് നിത്യാനന്ദ അദ്വൈത, പിന്നെ ഉപ അംഗ വരുന്നത് ഇപ്പൊ ശ്രീവാസ് ഠാക്കൂർ. ബാക്കി എല്ലാ അസോസിയേറ്റ്സും ഭഗവാന്റെ നാമം എല്ലാവിടെയും പ്രചരിച്ചിട്ട് ഇങ്ങനെ പോവാം. 76 പാഷാണ്ഡദലന വാന നിത്യാനന്ദരായ ആചാര്യ ഹുങ്കാരേ പാപ പാഷാണ്ഡി പലായ. So unbelievers, ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവരെല്ലാം ഭഗവാൻ നിത്യാനന്ദ പ്രഭു ശരിയാക്കും. അതുപോലെ എല്ലാ പാപികളെയും അദ്വൈതാചാര്യരുടെ ലൗഡായിട്ടുള്ള ഈ ഭഗവാന്റെ വിളി എല്ലാ അൺബിലീവേഴ്സെയും എന്താ പറയാ, അവിടുന്ന് വിശ്വാസം ഇല്ലാത്തവരെല്ലാം ഓടിപ്പോകും. അതായത് ഇവരുടെ മേഴ്സി കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വന്നിട്ട് ഭഗവാന്റെ വിശ്വാസികളാവും, ഭഗവാന്റെ ഡിവോട്ടീസ് ആകും, അല്ലെങ്കിൽ അവിടുന്ന് സ്ഥലം വിട്ടുകൊടുക്കും. ടെക്സ്റ്റ് നമ്പർ 77 സങ്കീർത്തന പ്രവർത്തക ശ്രീകൃഷ്ണ ചൈതന്യ സങ്കീർത്ത യജ്ഞേ താൻരേ ഭജേ സേ ധന്യ. സോ മഹാപ്രഭുവിന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു? ലോർഡ് കൃഷ്ണ ചൈതന്യ is the initiator of Sankirtana, transcendental chanting of the holy name of the Lord. One who worships him through Sankirtana is very fortunate. അപ്പൊ സങ്കീർത്തന യജ്ഞം നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങി വെച്ചത് ചൈതന്യ മഹാപ്രഭുവാണ്. ഭഗവാനെ വർഷിപ്പ് ചെയ്തവർ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തന യജ്ഞ താൻരേ ഭജേ സെയ് ധന്യ. നമുക്കറിയുന്നില്ല, നമുക്ക് എങ്ങനെയോ കിട്ടിപ്പോയി. വി ആർ വെരി ഫോർച്ചുനേറ്റ്. ഭഗവാന്റെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നവരും ഭഗവാന്റെ സേവനം ചെയ്യുന്നവരെല്ലാം ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് എന്ന് ഇവിടെ ചൈതന്യ ചരിതാമൃത പറയുന്നുണ്ട്. ടെക്സ്റ്റ് നമ്പർ 78 സീത സുമേധാര കുബുദ്ധി സംസാര സർവയജ്ഞ ഹൈതേ കൃഷ്ണ നാമ യജ്ഞസാര. അപ്പൊ such a person truly intelligent, whereas others who have but a poor fund of knowledge must endure the cycle of repeated birth and death. Of all sacrificial performances, the chanting of the Lord's holy name is the most sublime. അപ്പൊ എല്ലാ യജ്ഞത്തിലും ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നതാണ് വളരെ സബ്ലൈം. അപ്പൊ ഇവിടെ അപ്പൊ യെസ് സൈക്കിൾ മോസ്റ്റ് സബ്ലൈം മെത്തേഡ്, ദ ബെസ്റ്റ് മെത്തേഡ്. നമ്മുടെ ജീവനത്തിന് വന്നിട്ട് സാർത്ഥക ആക്കണമെങ്കിൽ ദ ഓൺലി ബെസ്റ്റ് ഇസ് എന്താണ്? ഭയങ്കര സുമേധ, ഈസ് വെരി ഇന്റലിജന്റ് ആൻഡ് ഭഗവാന് യജന്തി സുമേധസഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലി ദ ഇന്റലിജന്റ് മോസ്റ്റ് ഫോർച്ചുനേറ്റ് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ ഭഗവാന്റെ ഈ സങ്കീർത്തന യജ്ഞത്തിൽ പങ്കെടുക്കുള്ളൂ. അങ്ങനെ സങ്കീർത്തന യജ്ഞത്തിൽ പങ്കെടുക്കാത്തവരെല്ലാം പുനരപ്പി ജനനം പുനരപ്പി മരണം, അഗെയിൻ ആൻഡ് അഗെയിൻ, ഇനിയൊരു പ്രാവശ്യം ഇനിയും 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 വീണ്ടും 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 ഇവരൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച്. അപ്പൊ ലോർഡ് ശ്രീ ചൈതന്യ മഹാപ്രഭു is father of and inaugurator of Sankirtana movement. One who worships him by sacrificing his life, money, intelligence, and words for the Sankirtana movement is recognized by the Lord and endowed with his blessings. All others may be said to be foolish, for all other sacrifices in which a man may apply his energy, a sacrifice made for the Sankirtana movement is most glorious. ഇവിടെ പറയുന്നത് ഭഗവാന്റെ തിരുനാമം പ്രചരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് അവരുടെ ജീവിതം, അവരുടെ മണി, അവരുടെ പൈസ, അവരുടെ ബുദ്ധി, അവരുടെ വാക്കുകൾ എല്ലാം വന്നിട്ട് ഭഗവാന്റെ സങ്കീർത്തനം മൂവ്മെന്റിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഭഗവാന്റെ വേണ്ടി അർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം ഭഗവാന്റെ ബ്ലെസ്സിങ്സ്, ഒരുപാട് അനുഗ്രഹം വന്ന് കിട്ടും. അത് അല്ലാതെ ഭഗവാന്റെ അങ്ങനെ അല്ലാത്തവർ വന്നിട്ട് അവർ വന്നിട്ട് എന്ത് തന്നെ അവർ വന്നിട്ട് കഷ്ടപ്പെട്ടാലും എന്താണ്
all others may be said to be foolish. ബാക്കി എല്ലാവരും വന്നിട്ട് ഫൂൾസ് ആണ് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഭഗവാന്റെ സേവനത്തിനല്ലാതെ നമ്മൾ എന്ത് വലിയ സാക്രിഫൈസ് ചെയ്താലും എന്ത് വലിയ ത്യാഗം ചെയ്താലും നമ്മുടെ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് പൈസ കൊണ്ട് ബുദ്ധി കൊണ്ട് ഭഗവാന്റെ സങ്കീർത്തന യജ്ഞത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാതെ നമ്മുടെ തൻ മൺ ധൻ എല്ലാം വന്നിട്ട് ബാക്കി എല്ലാ കാര്യത്തിനും വന്ന് നമ്മൾ ചെലവാക്കിയാൽ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് they are all fools എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന് വേണ്ടി ചെയ്യുന്നവർ ഭയങ്കര ഗ്ലോറിയസ്, മോസ്റ്റ് ഗ്ലോറിയസ്, ഭയങ്കര ഭഗവാന് അനുഗ്രഹം ഒരുപാട് കിട്ടും അവർക്ക്. അവർ വളരെ ഗ്ലോറിയസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. കോട്ടി അശ്വമേധ ഏക കൃഷ്ണനാമ സമ ഏക ഹേസേ പാഷാണ്ഡി ദണ്ഡേ താരേ യമാം. ഇപ്പൊ ഇതുവരെ ഇപ്പൊ യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തിഹി സുമേധസഹ. ഇപ്പൊ നമ്മൾ കാണുന്നത് എല്ലാമേ വന്നിട്ട് ഒരു ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. കൃഷ്ണവർണം ത്വിഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത്ര പാർഷദം യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തിഹി സുമേധസഹ. അതാണ് ഇപ്പൊ യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തിഹി സുമേധസ ആണ് ഇപ്പൊ ഈ വേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ യെസ്, one who says that 10 million Ashwamedha yagas are equal to chanting of the holy name of Krishna, Lord Krishna, is undoubtedly an atheist. He is sure to be punished by Yamaraja. ഭഗവാന്റെ ഒരു ദിവ്യനാമം ജപിക്കുന്നത് 10 മില്യൺ അശ്വമേധ യാഗത്തിന്റെ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ട് ഒരു ഏത്തിയിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. ഏത്തിയിസ്റ്റ്, പാഷാണ്ടിയാണ്. എത്ര കോടി അശ്വമേധ യാഗം ചെയ്താലും ഭഗവാന്റെ ഒരു തിരുനാമത്തിന് ഈക്വൽ ആവില്ല. അങ്ങനെ പറഞ്ഞ ആളെ വന്നിട്ട് യമരാജൻ വന്ന് ദണ്ഡിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഹരിനാമത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ശ്ലോകത്തിൽ വന്നിട്ട് പറയുന്നത്. In the list of 10 kinds of offenses in chanting the holy name of the Supreme Personality of Godhead, Hare Krishna, the 8th offense is dharma vrata tyaga hutadi sarva shubha kriya samyam api pramadaha. One should never consider the chanting of holy name of God to be equal to pious activities like giving charity to the brahmanas or saintly persons. Opening charitable അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 8th offense. നമ്മള് ദിവസം ചാന്റ് ചെയ്യുന്നതിന് മുമ്പ്, ചാന്റിങ്ങിന് മുമ്പ് 10 offenses against chanting the holy name പറയുന്നുണ്ട്. അതിൽ 8ാമത്തെ ഒഫൻസ് ആണ് ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നത് വന്നിട്ട് ഒരു പയസ് ആക്ടിവിറ്റി ആണ് എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റ്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് സിൻ, വലിയൊരു പാപമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ സോ എന്ത് വലിയ കാര്യം ചെയ്താലും താഴെ വന്നിട്ട് ശാസ്ത്രം പറയുന്ന കോട്ട് പറയുന്നുണ്ട്. വേദിക് സ്ക്രിപ്ചർ സേസ് ഗോകോടി ദാനം ഗ്രഹണേ ഖഗസ്യ പ്രയാഗ ഗംഗോദക കൽപവാസ യജ്ഞായുധം മേരു സുവർണ ദാനം ഗോവിന്ദ കീർത്തേർ ന സമ ശതാം ഷെയ്. അപ്പൊ 1 മില്യൺ 10 മില്യൺ പശുക്കളെ വന്നിട്ട് ഗ്രഹണത്തിന്റെ സമയത്ത് ദാനം ചെയ്താലും ത്രിവേണി സംഗമത്തില് പോയിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് പോയി മുങ്ങിക്കുളിച്ചാലും സുമേരു മാതിരി വലിയ ഒരു സ്വർണ്ണ പർവ്വതത്തെ ഒന്ന് ദാനം കൊടുത്താലും എന്താ പറഞ്ഞ യോജനായുധം മേരു സുവർണ ദാനം ഗോവിന്ദ കീർത്തേന സമം ശതാംശഃ. 100ൽ 1 പങ്ക് പോലും one does not earn even 100 part of the merit derived from chanting Hare Krishna. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ വന്നിട്ട് ഒരു സാധാരണ ഒരു പുണ്യകർമ്മം എന്ന് വിചാരിക്കുന്നത് വന്നിട്ട് വളരെ വലിയ ഒരു ദോഷമാണ്. ബിക്കോസ് ഇതെല്ലാം ബാക്കി എല്ലാ പുണ്യകർമ്മങ്ങളും മെറ്റീരിയൽ പ്ലെയിനിലുണ്ട്. ബട്ട് ചാന്റിങ് ഓഫ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര വന്നിട്ട് ഭൗതിക ലോകത്തിലല്ല, അത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഭഗവാന്റെ നാമം ജപിക്കുന്നതും ബാക്കിയുള്ള പുണ്യകർമ്മങ്ങളെയും ഒന്നിച്ച് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. യജ്ഞേ സങ്കീർത്തന പ്രായേ രജന്തിഹി സുമേധസഃ. ഓക്കെ, now we go to text number 8. ഭാഗവത സന്ദർഭ ഗ്രന്ഥേര മംഗളാചരണേ യൈ ശ്ലോക ജീവ ഗോസാനി കര്യാചേന വ്യാഖ്യാനേ. ഭാഗവത സന്ദർഭത്തിന്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷനിൽ ശ്രീല ജീവ ഗോസ്വാമി വന്നിട്ട് ഈ വേഴ്സ് പറയുന്നുണ്ടെന്ന് പറയുന്നത്. ആ
ശ്രീ ജീവ ഗോസ്വാമി പറയുന്ന വേർഡ്സ് അടുത്തത് കോട്ട് ചെയ്യുക. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അന്ത കൃഷ്ണ ബഹിർഗൗരം ദർശിതാംഗാധിവൈഭവം കലൗ സങ്കീർത്തനാദ്യൈ സ്മ കൃഷ്ണ ചൈതന്യമാശ്രിതഃ. അപ്പൊ I take shelter of Lord Shri Krishna Chaitanya Mahaprabhu, who is outwardly of a fair complexion, but is inwardly Krishna himself. In this age of Kali Yuga, he displays his expansion, his angas and upangas by performing congregational chanting of the holy name. അപ്പൊ ജീവ ഗോസ്വാമി പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ വന്നിട്ട് വെളിയില വന്നിട്ട് ഗൗരവർണ്ണനാണ്, ഗൗരവർണ്ണനാണ്. പക്ഷെ അകത്ത് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ ലീലകളെല്ലാം ഭഗവാന്റെ അംഗങ്ങളും ഉപാംഗസിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഭഗവാന്റെ സങ്കീർത്തനം വന്നിട്ട് എല്ലാവരുടെയും എത്തിക്കേണ്ട അങ്ങനത്തെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞ് ജീവ ഗോസ്വാമി പറയുന്നുണ്ട്. സോ ജീവ ഗോസ്വാമി വന്നിട്ട് ഈ കൃഷ്ണവർണ്ണം തുഷാകൃഷ്ണത്തിന് വന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈസ് ഗിവിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ. തന്റെ പുസ്തകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നൗ വി ഗോ ടു ടെക്സ്റ്റ് നമ്പർ. ഇതുവരെ ഉപ പുരാണേഹ ശുനി ശ്രീകൃഷ്ണ വചന കൃപാകരി വ്യാസ പ്രതി കര്യാചേന കഥന. In the Upa Puranas, we hear Shri Krishna showing his mercy to Vyasadeva by speaking to him as follows. இதுவரை verse number 83 வரை கிருஷ்ணவர்ணம் துஷா கிருஷ்ணത്തിന് ഒരു വേർഡിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ വായിച്ചത്. ടെക്സ്റ്റ് നമ്പർ 83. അഹമേവ ക്വചിത് ബ്രഹ്മൻ സന്യാസാശ്രമം ആശ്രിതഃ ഹരിഭക്തിം grahayami kalau papahatan naran. Oh learned brahmana, sometimes I accept renounced order of life to induce fallen people of age of Kali to accept devotional service to the Lord. அப்ப ഈ ശ്ലോകത്തോட കൂടി ഉപപുരാണത്തില ഭഗവാൻ ശ്രീ കൃഷ്ണർ വ്യാസദേവന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കലിയുഗത്തില് ഞാൻ പാപികളെല്ലാം വന്നിട്ട് തിരുനാമം ജപിപ്പിക്കാൻ ഇൻഡ്യൂസ് ചെയ്യും, എല്ലാവരെയും പ്രേരിപ്പിക്കും. ഞാൻ വന്നിട്ട് എന്താണ് സന്യാസിയുടെ വേഷത്തില് വന്ന് സന്യാസി രൂപത്തില് വന്ന് എല്ലാ പാപികളെയും ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഞാൻ ഇൻഡ്യൂസ് ചെയ്യുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഉപപുരാണത്തില് പറഞ്ഞിട്ടുണ്ടെന്ന്. സോ ഇതുവരെ സങ്കീർത്തന പ്രായേ യജന്തി സുമേധശ ഈ ശ്ലോകം വരെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ആ വേഴ്സ് നമ്പർ 52ന്റെ എക്സ്പ്ലനേഷൻ ആണ്. കൃഷ്ണവർണം ത്വിഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തി സുമേധസഹ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ 83 വേഴ്സ് വരെ. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ് കൂടുതലായി ഇതുവരെ നമ്മൾ വായിച്ചത്. അപ്പൊ ഫസ്റ്റ് കൃഷ്ണവർണത്തിന് 2 വർണ്ണത്തിന്റെ മീനിങ് പറയുന്നുണ്ട്. ഒന്ന് കൃഷ്ണവർണം, ഭഗവാന്റെ തുഷാകൃഷ്ണം വർണ്ണത്തിനെ കുറിച്ച് ഭഗവാന്റെ എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറയും. പിന്നെ ഇനിയൊന്ന് വന്നിട്ട് ഭഗവാന്റെ ഒന്ന് കൃഷ്ണനെ സങ്കീർത്തനം പാടുന്നത്, ഇനിയൊന്ന് കൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കുന്നത് കൃഷ്ണവർണം. പിന്നെ ത്വിഷാകൃഷ്ണം ഭഗവാന്റെ കോംപ്ലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ വന്നിട്ട് ബ്ലാക്കിഷ് അല്ല, മോൾട്ടൻ ഗോൾഡ് ആണ്. അത് സാങ്കോപാംഗാസ്ത്ര പാർഷതം അംഗ ഉപാംഗ ഭഗവാന്റെ അംഗങ്ങളും ഉപാംഗങ്ങളും വന്നിട്ട് അവരെന്താ ചെയ്യണം, തിരുനാമം എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഈ റിമൂവ്സ് ഇഗ്നറൻസ്, എല്ലാ ഇഗ്നറൻസും അവരെ ജപിക്കുമ്പോൾ പോവും എന്നുള്ളത്. പിന്നെ മഹാപ്രഭു വന്നിട്ട് എല്ലാ പാപങ്ങളെയും ഓടിച്ചു വിടും, ഭക്തി വന്നിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് പറയുന്നത്. പിന്നെ ഭഗവാന്റെ സൈനികന്മാര് ആരാണ്, വെപ്പൻസ് ആരാണെന്ന് വെച്ചാൽ ഭഗവാന്റെ സേനയും ഭഗവാന്റെ അസ്ത്രവും ഭഗവാന്റെ അംഗ ഉപഅംഗ പാർഷദ. ഇതാണ് ഭഗവാന്റെ ഡയറക്റ്റ് വിഷ്ണു എക്സ്പാൻഷൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവന്മാര്, അതുപോലെ മഹാപ്രഭുവായിട്ട് വരുമ്പോ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീവാസ് ഠാക്കൂർ, അങ്ങനെയാണ്. യെസ്, യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തി സുമേധശഃ. ദ ബെസ്റ്റ് സാക്രിഫൈസ് വന്നിട്ട് കൃഷ്ണനാമം ജപിക്കുന്നതാണ്. അത് ഭഗവാന്റെ നാമത്തിന് എന്ത് പയസ് ആക്ടിവിറ്റി കൂടെയും എന്തൊരു പുണ്യകർമ്മത്തിന്റെ കൂടെയും നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ. പിന്നെ സുമേധസ, ഓൺലി ഇന്റലിജന്റ് പീപ്പിൾ വിൽ വർഷിപ്പ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇതുവരെ. സോ ഇതോടെ കൂടെ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ നിർത്താം. സോ താങ്ക് യു സോ മച്ച് പ്രഭുജീസ് ആൻഡ് മാതാജീസ്. ഹരേ കൃഷ്ണ.
Thank you so much. Vanchakalpatarubhyascha kripa sindhubhyev cha patitanam pavanebhyo vaishnavebhyo namo namaha. Hare Krishna. നന്ദി മാജി, വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു Hare മാജി, സമയം പോയതേ അറിഞ്ഞില്ല. നന്ദി മാജി. ഹരേ കൃഷ്ണ. Hare. Connect to the charger.